ഇന്നൊരു സീലിങ്ങിൻ്റെ വർക്കാണ് പരിചയപ്പെടുന്നത്. ജിപ്സം സീലിംഗാണ് ഇന്ന് പരിചയപ്പെടുന്നത്. ഈ ഇമേജിൽ കാണുന്ന പോലുള്ളൊരു ഡിസൈനാണ് ഇവിടെ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ഡിസൈനാണ്. ഒരു 1 സ്റ്റെപ്പ് രീതിയിലുള്ള ഡിസൈനാണിത്. ഇതേപോലെ ആദ്യം തന്നെ നമുക്ക് ഒരു വാട്ടർ മാർക്ക് ചെയ്യണം. നമ്മൾ എത്രത്തോളം ഹൈറ്റ് വേണോ അതുകൊണ്ടൊരു മാർക്ക് ചെയ്യുക. 4 മൂലയിലും ഇതേപോലെ കറക്റ്റായിട്ട് വാട്ടർ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. വാട്ടർ മാർക്കിൽ ഒരു കാരണവശാലും തെറ്റ് സംഭവിക്കുകയും ചെയ്യരുത്. ഇതേപോലെ ഫസ്റ്റ് എല്ലാ മൂലകളിലും ഇതേപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഇതിനകത്ത് കറക്റ്റ് ലൈനായിട്ട് നമുക്കൊരു നൂലിൻ്റെ സഹായത്തിലൂടെ ലൈൻ അടിച്ചെടുക്കാം. ഇവിടെ ഒരു 1 സ്റ്റെപ്പ് രീതിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഒരു 2 മാർക്കിങ് നമുക്ക് ആവശ്യമാണ്. അതേപോലെ പ്ലെയിൻ ബോർഡ് വരുന്നൊരു മുകളിലത്തെ ഒരു മാർക്കിങ്ങും പിന്നെ ഒരു 1 സ്റ്റെപ്പ് വരുന്നതിൻ്റെ ഒരു താഴത്തെ മാർക്കിങ്ങും. ഇവിടെ ഒരു 4 ഇഞ്ച് ഗ്യാപ്പിലാണ് ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്കുള്ളൊരു വീതി ഇട്ടേക്കുന്നത്. അത് ആ സ്റ്റെപ്പിൻ്റെ ഒരു വീതിയാണ് കണക്കാക്കുന്നത്. ഒരു 4 സ്റ്റെപ്പാണ് ചെയ്യുന്നത്. അതുകൊണ്ട് 4 ഇഞ്ച് ഗ്യാപ്പിലാണ് ഇവിടെ ഒരു മാർക്ക് ചെയ്ത് 2 പോയിൻ്റ് അടിച്ചിരിക്കുന്നത്. 1/2 ഇഞ്ച് ബോർഡിൻ്റെ ഒരു തിക്നെസ് ആണ്, അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇതേപോലെ ചരടടിക്കാൻ വേണ്ടി ഇതേപോലെ ചെറിയൊരു ഉപകരണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ പൗഡറൊക്കെ ഇത് ഫിക്സ് ചെയ്തിട്ടുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉപയോഗിക്കാം. ആദ്യം തന്നെ ഈ കാണുന്ന ചാനൽ പെരിമീറ്റർ ആണെന്ന് പറയുന്നത്. ഈ ചാനലാണ് ഫസ്റ്റ് ഫിക്സ് ചെയ്യുന്നത്. ഇത് ഡയറക്റ്റ് നമുക്ക് വാളിലേക്ക് ഒരു ഡ്രില്ല് കൊണ്ട് ഹോൾ ഉണ്ടാക്കി അതിൽ സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്യാം. ആ നമ്മൾ മാർക്ക് ചെയ്ത വരയ്ക്ക് തൊട്ട് നേരെ മുകളിൽ നിൽക്കുന്ന ആ ഒരു കറക്റ്റ് ലെവലിൽ തന്നെ ഇതേപോലെ പെരിമീറ്റർ ഫിക്സ് ചെയ്തെടുക്കുക. ഈ ഇമേജിൽ കാണുന്ന പോലെ തന്നെ വരയ്ക്ക് തൊട്ട് മുകളിലായിട്ട് ആ പെരിമീറ്ററിൻ്റെ ഭാഗം വരുന്നതായിട്ടാണ് ഇതേപോലെ നമ്മൾ ഫിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇതേപോലെ വാളിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമ്മൾ പെരിമീറ്റർ ഫിക്സ് ചെയ്തെടുക്കുക. ആദ്യം ചെയ്യേണ്ട ഒരു രീതി ഇതേപോലെ പെരിമീറ്റർ വാളിൽ ഫിക്സ് ചെയ്യുക എന്നാണ്. അതിന് ശേഷമാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഇൻ്റർമീഡിയറ്റ് ചാനൽ, ഈ കാണുന്നത് അത്യാവശ്യം തിക്നെസ് ഉള്ള ചാനലാണ് ഇൻ്റർമീഡിയറ്റ് ചാനൽ. ഈ ചാനലാണ് അടുത്തായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഒരു ടോട്ടലായിട്ട് വരുന്ന ഒരു വാളിൽ നിന്ന് മറ്റൊരു വാളിലേക്കുള്ള അകലം കണക്കാക്കിയിട്ട് അതിൽ നിന്നും 2 സൈഡിലേക്കും ഒരു 5-6 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് വേണം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ. ടോട്ടൽ അകലം എടുത്തിട്ട് 2 സൈഡിലും 5 മുതൽ 6 ഇഞ്ച് വരെ എക്സ്ട്രാ ഇടുക. എക്സ്ട്രാ എടുത്ത് ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. എക്സ്ട്രാ നമ്മൾ ഇടുന്ന ആ ഒരു 5-6 ഇഞ്ച് നമ്മളൊരു വാളിലേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് ചാനലാണ് ഈ ഇൻ്റർമീഡിയറ്റ് ചാനൽ. ഇതേപോലെ ഇൻ്റർമീഡിയറ്റ് കറക്റ്റ് അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും വേണം. നമ്മൾ ഏതൊരു ചാനൽ കട്ട് ചെയ്യുമ്പോഴും കറക്റ്റ് മെഷർമെൻറ്റ് നോക്കിയിട്ട് മാത്രം കട്ട് ചെയ്തെടുക്കുക. ഒരു കാരണവശാലും തെറ്റുണ്ടാവാൻ പാടില്ല. ഇതേപോലെ ഒരു വാളിൽ നിന്ന് നേരെ എതിർ വാളിലേക്ക് ഇതേപോലെ ഇൻ്റർമീഡിയറ്റ് ചാനൽ ഫിക്സ് ചെയ്യുക. ഇൻ്റർമീഡിയറ്റ് ചാനൽ ഫിക്സ് ചെയ്യുന്നത് നമ്മൾ പെരിമീറ്റർ വെച്ചില്ലായിരുന്നു ഫസ്റ്റ്. ആ പെരിമീറ്റർ വെച്ചതിൻ്റെ നേരെ മുകളിലായിട്ട് ഇൻ്റർമീഡിയറ്റ് കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യുക. ഇതേപോലെ നേരെ ഇൻ്റർമീഡിയറ്റ് വെച്ച് സ്ക്രൂ ചെയ്തെടുക്കുക. പെരിമീറ്ററിൻ്റെ തൊട്ട് മുകളിലായിട്ട് വെക്കുക, ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ. ഇത് ഒരു ഇൻ്റർമീഡിയറ്റ് അടുത്തൊരു ഇൻ്റർമീഡിയറ്റിലുള്ള അകലം വെക്കുന്നത് ഏകദേശം ഒരു 36 ഇഞ്ച് വരെ നമുക്ക് വെക്കാം. 36-38 ഇഞ്ച് വരെ ഒരു അകലം നമുക്ക് വെക്കാം. ഇതേപോലെ ഈ ഒരു സെൻറ്ററിൽ കാണുന്ന ബീമിൻ്റെ ഒരു പോർഷനാണ് ഇതിവിടെ മാർക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അത്യാവശ്യം വലിയൊരു ഹാളായതുകൊണ്ട് സെൻറ്ററിൽ കൂടി ചെറിയൊരു ആ ഒരു ബീം പോലെ ആ സ്റ്റെപ്പ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ വർക്ക് ചെയ്യുന്നത്. ഇതേപോലെ നേരെ എതിർവാളിലേക്ക് നമ്മൾ ഇൻ്റർമീഡിയറ്റ് ചാനൽ ഫിക്സ് ചെയ്ത് വെക്കുക. ഇവിടെ നമ്മൾ ഒരു 1 സ്റ്റെപ്പ് രീതി ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു 1 സ്റ്റെപ്പിൻ്റെ വീതി ഇട്ടിരിക്കുന്നത് 18 ഇഞ്ചാണ്. അതുകൊണ്ട് തന്നെ ഒരു 13 ഇഞ്ചിലേക്ക് പെരിമീറ്റർ ടു ഇൻ്റർമീഡിയറ്റ് ഇട്ടിട്ടുണ്ട്. 2
സൈഡിൽ ഇൻ്റർമീഡിയറ്റ് ഇട്ടിട്ട് അതിലേക്ക് ഓപ്പോസിറ്റ് സൈഡിൽ അതിലേക്ക് തന്നെയാണ് ഇൻ്റർമീഡിയറ്റ് ഫിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതേപോലെ ആ സ്റ്റെപ്പിന് വേണ്ടിയിട്ടും അതേപോലെ പ്ലെയിൻ ബോർഡ് വരാൻ വേണ്ടിയിട്ടും എല്ലാം നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഇട്ടിട്ടുണ്ട്. ഇൻ്റർമീഡിയറ്റിൻ്റെ അകലം മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു 36 ഇഞ്ച് മുതൽ 38, 37 ആ ഒരു ഇഞ്ചിലേക്ക് തന്നെ ഇൻ്റർമീഡിയറ്റിൻ്റെ അകലം നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇതാ ഈ ഒരു ഭാഗത്താണ് നമ്മൾ 13 ഇഞ്ച് വീതി ഇട്ടിരിക്കുന്നത്. ആ ഇൻ്റർമീഡിയറ്റ് മുതൽ ആ പെരിമീറ്റർ വരെയുള്ള വീതിയാണ്. അവിടെയാണ് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആ സ്റ്റെപ്പിൻ്റെ ഒരു വീതി വരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് നേരെ ഇൻ്റർമീഡിയറ്റ് എല്ലാം അടിച്ച ശേഷം നമുക്ക് അതിന് സപ്പോർട്ടിങ് ആംഗിൾ കൊടുക്കണം. ഇതേപോലെ തന്നെ ഈ കാണുന്നതാണ് ആ എൽ ആംഗിൾ. ഇതിലേക്ക് ഇതുപോലെ തന്നെ നമുക്കൊരു ആങ്കർ ബോൾട്ട് ഫിറ്റ് ചെയ്തുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ഫിക്സ് ചെയ്തെടുക്കാം. ഫിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് നേരെ സീലിങ്ങിലേക്ക് ഡ്രില്ല് ചെയ്ത് ടൈറ്റ് ചെയ്ത് വെക്കാം. ഇതേപോലെ 10 mm ഒരു ഡ്രിൽ ബിറ്റ് ഇട്ട് ഡ്രില്ല് ചെയ്തതിന് ശേഷം നമ്മൾ പെരിമീറ്ററിൻ്റെ നേരെ മുകളിലേക്ക് മാറിയിട്ട് ഒരു ലേശം ഒരു ഇഞ്ച് അകത്തേക്ക് വിട്ടാണ് ഇവിടെ ആംഗിൾ ഫിക്സ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഒരു 2 അടി ഗ്യാപ്പിൽ വേണം ഓരോ ആംഗിൾ തങ്ങളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ എല്ലാ ആംഗിളിനകത്താണ് ഫുള്ള് സപ്പോർട്ടായിട്ട് തന്നെ നമ്മുടെ ആ ഒരു ബോർഡിൻ്റെയും ചാനലിൻ്റെ എല്ലാം, പിന്നെ ബോർഡ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുട്ടിയിട്ട് പെയിൻറ്റ് ചെയ്യുമ്പോൾ എല്ലാം അതിൻ്റെ ഒരു വെയിറ്റും കൂടെ എക്സ്ട്രാ കയറുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഈ ചാനൽ താങ്ങി നിർത്തണം. അതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും വേണം. ഒരുപാട് അധികം ഗ്യാപ്പ് ഇട്ട് സപ്പോർട്ടിങ് ആംഗിൾ കൊടുക്കരുത്. ഭാവിയിൽ അത് ബെൻഡിങ് ഉണ്ടാവാൻ ഒരു ചാൻസൊക്കെ ഉണ്ടാവും. അവിടെ അത്യാവശ്യം നല്ല സ്ട്രോങ്ങിലുള്ള സപ്പോർട്ടിങ് ആംഗിൾ കൊടുക്കുക, അധികം ഗ്യാപ്പ് ഇടാതെ തന്നെ. ഇതേപോലെ എല്ലാവരുടെയും സപ്പോർട്ടിങ് ആംഗിൾ കൊടുത്ത് വയ്ക്കുക. അതിന് ശേഷം നമുക്ക് സെക്ഷൻ കയറ്റണം. ഇതേപോലെ സൈഡിൽ വരുന്ന ആ ഒരു സ്റ്റെപ്പിനകത്ത് ഇതേപോലെ തന്നെ ഒരു 2 അടി ഗ്യാപ്പിലേക്കാണ് നമ്മളിങ്ങനെ സെക്ഷൻ മുറിച്ചിട്ടിരിക്കുന്നത്. ഈ ഒരു 18 ഇഞ്ച് വീതിയായതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റെപ്പിൻ്റെ ഒരു വീതി 13.5 ഇഞ്ചിലേക്കാണ് ഈ ഒരു സെക്ഷൻ ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ എല്ലാ സൈഡിലും സെക്ഷൻ നമ്മൾ ഫിക്സ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് പ്ലെയിൻ ബോർഡ് കയറുന്ന ആ സെക്ഷനും കൂടെ ഫിക്സ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മൾ ഫസ്റ്റിലെ ഇതേപോലെ വാട്ടർ മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ഡബിൾ സ്റ്റെപ്പ് രീതി വരുന്നതുകൊണ്ട് ഒരു 4.5 ഇഞ്ച് ഡിസ്റ്റൻസിലാണ് നമ്മളിവിടെ ഒരു വാട്ടർ മാർക്ക് ചെയ്യുന്നത്. 4.5 ഇഞ്ച് ഡിസ്റ്റൻസിൽ 2 മാർക്ക് ചെയ്യണം. അതിന് ടോപ്പിലായിട്ട് ഇതേപോലെ ഫസ്റ്റിൽ പെരിമീറ്റർ ആ ലൈന് നേരെ താഴെയായിട്ട് കാണാമല്ലോ, ലൈന് നേരെ താഴെയായിട്ട് പെരിമീറ്റർ നിൽക്കുന്ന രീതിയിൽ കറക്റ്റായിട്ട് പെരിമീറ്റർ സെറ്റ് ചെയ്ത് അതുപോലെ താഴത്തെ ലൈനിൽ ഇതേപോലെ ലൈന് നേരെ താഴെയായിട്ട് ക്ലിയർ ആയിട്ട് ഏൽപ്പിച്ച് പെരിമീറ്റർ ഫിറ്റ് ചെയ്തു. പെരിമീറ്ററിൻ്റെ വലിയ ഭാഗം താഴേക്കായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ കൊടുത്തത് ഇതേപോലെ ഇൻ്റർമീഡിയറ്റ് ചാനലാണ്. ഇൻ്റർമീഡിയറ്റ് ചാനൽ കൊടുക്കുന്നത് ഏകദേശം ഒരു 36 ഇഞ്ച് ഡിസ്റ്റൻസിലാണ് ഓരോ ഇൻ്റർമീഡിയറ്റ് ചാനലുള്ള ഡിസ്റ്റൻസ് ഇട്ടേക്കുന്നത്. അത് അതിന് തൊട്ട് മുകളിലായിട്ട് ഇൻ്റർമീഡിയറ്റ് ചാനൽ ഇതേപോലെ ഫിക്സ് ചെയ്തു. ഇൻ്റർമീഡിയറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ കൊടുക്കുന്നത് സെക്ഷനാണ്. ഇവിടെ സെക്ഷൻ ഇൻ്റർമീഡിയറ്റ് ഞങ്ങൾ ചോദിക്കാൻ വേണ്ടി സെക്ഷൻ കൊടുക്കുന്നത്. സെക്ഷൻ്റെ ഡിസ്റ്റൻസ് ഇട്ടിരിക്കുന്നത് 2 അടി. സെക്ഷന് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇട്ടിരിക്കുന്നത് 2 അടിയാണ്. ഏകദേശം 24 ഇഞ്ചാണ് ഇവിടെ സെക്ഷൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഒരു സെക്ഷൻ ടു ഒരു സെക്ഷൻ ഇട്ടിരിക്കുന്നത്. ഈ സെൻറ്ററാണ്, സെക്ഷൻ്റെ സെൻറ്റർ വരുന്ന രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. 6 നീളവും 4 വീതി, 4 അടി വീതി 6 അടി നീളം എന്നുള്ള രീതിയിലാണ് ഷീറ്റ് വരുന്നതാണ് ഇവിടെ 2 അടി ഡിസ്റ്റൻസിൽ സെക്ഷൻ ഇട്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ ഈ സ്റ്റെപ്പ് വരുന്നതിന് സ്റ്റെപ്പ് വരുന്നത് നമുക്കൊരു 18 ഇഞ്ച് വീതിയിലാണ് സ്റ്റെപ്പിൻ്റെ ഒരു വീതി വരുന്നത്. ഇതേപോലെ അവിടെ ഇതേപോലെ 24 ഇഞ്ച് ഡിസ്റ്റൻസിൽ സെക്ഷൻ ഇട്ട് ഇതേപോലെ 13.5 ഇഞ്ചിലാണ് ഇവിടെ പെരിമീറ്റർ ടു ഇവിടുത്തെ വരുന്ന ഇൻ്ററിൻ്റെ ഡിസ്റ്റൻസ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഷീറ്റ് ഫിക്സ് ചെയ്യുന്നത്
മുൻപ് പറഞ്ഞ പോലെ തന്നെ 48 ഇഞ്ച് വീതിയാണ് ഈ ബോർഡിന് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ നീളം വരുന്നത് 72 ഇഞ്ച് കൂടിയാണ് വരുന്നത്. അതേപോലെ 4 അടി വീതി 6 അടി നീളം എന്നൊരു സൈസിലാണ് ഈ ബോർഡ് വരുന്നത്. അതൊക്കെ അനുസരിച്ചാണ് നമ്മളവിടെ സെക്ഷനെല്ലാം ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഡയറക്റ്റ് നമുക്ക് ബോർഡ് എടുത്ത് തൂക്കിക്കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. ഇതേപോലെ ഇനി ഫാനും കൂടെ നമുക്കൊരു ഒന്ന് സെറ്റ് ചെയ്യണം. അതുകൊണ്ട് ഒരു ഫാനിൻ്റെ ഒരു ആങ്കർ ബോൾട്ടും കൂടെ കൊടുക്കുകയാണ്. ഇനി നമുക്ക് ബോർഡ് ഫിക്സ് ചെയ്യാം. ഇതേപോലെ ചാനലെല്ലാം കറക്റ്റ് അളവിൽ കൊടുത്ത് ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ ബോർഡ് എടുത്ത് ഡയറക്റ്റ് ഫിക്സ് ചെയ്യാം. നമുക്ക് എല്ലാം കറക്റ്റ് നമുക്കൊരു ചാനലിലേക്ക് തന്നെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാൻ പറ്റുകയും ചെയ്യും. ആ ഒരു സൈസിലാണ് അളവിൽ നമ്മൾ ചാനലിവിടെ സെറ്റ് ചെയ്തിട്ടേക്കുന്നത്. ഇതേപോലെ 2 ബോർഡ് വരുന്ന ഒരു സെൻറ്റർ ഭാഗം ചാനലിൻ്റെ സെൻറ്റർ ഭാഗമായിട്ട് വരികയും 2 സൈഡിലായിട്ട് ഇതേപോലെ സ്ക്രൂ ചെയ്ത് വെക്കുകയും ചെയ്യാം. ഈ ബോർഡ് തൂക്കുന്നതിന് മുമ്പ് നമുക്ക് ലൈറ്റിൻ്റെ വയറിങ്ങിൻ്റെ പോയിൻറ്റും കാര്യങ്ങളെല്ലാം തന്നെ മാർക്ക് ചെയ്തിടണം. അത് മറ്റു വീട്ടിൽ കാണാം. ഇതേപോലെ നമ്മൾ ആദ്യം ഉപയോഗിച്ച ചരട് ഉപയോഗിച്ച് തന്നെ വീണ്ടും ആ ഒരു സെക്ഷൻ വരുന്നതിൻ്റെ നേരെയായിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ പിന്നെ സ്ക്രൂ ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ആ ഒരു ലൈൻ നോക്കി തന്നെ സ്ക്രൂ ചെയ്ത് പോവുകയും ചെയ്യാം. കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നടക്കുകയും ചെയ്യും. ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ബോർഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു സൈഡിൽ കാണുന്ന ആ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ ട്രേയുടെ ആ ഒരു അകഭാഗവും അതുപോലെ ലിപ്പും എല്ലാം ഫിക്സ് ചെയ്യണം. അത് വെക്കുന്നതിന് മുൻപായിട്ട് തന്നെ നമുക്ക് ഒരു പുട്ടിയൊക്കെ ഇട്ട് ഈ ജോയിൻറ്റും കാര്യങ്ങളെല്ലാം ഒന്ന് അടച്ച് ക്ലിയർ ചെയ്യുകയും വേണം. ഇതേപോലെ ഈ കാണുന്ന ഭാഗത്ത് നമ്മൾ ഒരു 4 ഇഞ്ച് ഗ്യാപ്പാണ് നമുക്ക് വരുന്നത്. നമ്മൾ 4.5 ഇഞ്ച് എടുത്തായിരുന്നു ആദ്യമേ. 1/2 ഇഞ്ച് ബോർഡിൻ്റെ തിക്നെസ് പോകും. ഒരു 4 ഇഞ്ച് ഗ്യാപ്പാണ് ഇവിടെ വരുന്നത്. ആ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ ഒരു 4 ഇഞ്ചിൻ്റെ പീസ് ഇതേപോലെ നമ്മൾ വെട്ടിയെടുത്ത് നേരെ അവിടേക്ക് വെച്ച് നമുക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം. ഇതേപോലെ ആ ബോർഡറിൽ ഒരു LED സ്ട്രിപ്പ് ലൈറ്റ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വയറും കൂടെ ജസ്റ്റ് ഒന്ന് വലിച്ചിടുകയാണ്. ലൈറ്റിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ മറ്റൊരു വീഡിയോയിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താം. ഇതേപോലെ വെച്ച് ഡയറക്റ്റ് ഫിക്സ് ചെയ്ത് വെക്കാം. ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും മറ്റുള്ള ഭാഗത്തെല്ലാം ഇവിടെ നമ്മളൊന്ന് പൊട്ടിയിട്ടിട്ടാണ് ഇതേപോലെ ഈ ഒരു ബോർഡറിൻ്റെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉൾഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിയിട്ട് ആ ഒരു ഭാഗമെല്ലാം ക്ലിയർ ചെയ്യുകയും ചെയ്യാം. ഇനിയൊരു ഫ്രണ്ട് ലിപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ അകഭാഗം ക്ലിയർ ആവുകയും ചെയ്യും. ഇതേപോലെ ബാക്കിയുള്ള ഭാഗത്തെല്ലാം പൊട്ടിയിട്ട് ക്ലിയർ ചെയ്ത് ബാക്കി വർക്കുകൾ നീറ്റായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മറ്റുള്ള വർക്കെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഫ്രണ്ട് ലിപ്പും കൂടെ മാത്രം വെച്ചാൽ മതി. ആ ചെറിയ ബോർഡറിൻ്റെ ആ ഒരു 2 ഇഞ്ച് ലിപ്പ്, അത് 4 ഇഞ്ച് വീതി വരുന്നതുകൊണ്ടാണ് ഇവിടെ ഒരു 2 ഇഞ്ചിൻ്റെ ഒരു ലിപ്പ് വെക്കുന്നത്. അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി. ഈ ലിപ്പ് വെക്കുന്നതിന് മുമ്പ് ഇതേപോലെ തന്നെ നമ്മൾ പുട്ടി ഇടുന്നതിന് മുമ്പായിട്ട് തന്നെ ആ ജോയിൻറ്റുകളെല്ലാം ഇതേപോലെ ജോയിൻറ്റ് ടൈപ്പ് അടിച്ച് ഫില്ല് ചെയ്തായിരുന്നു. അതിന് ശേഷമാണ് അതിൻ്റെ മുകളിൽ ജോയിൻറ്റ് പുട്ടിയിട്ട് നമ്മുടെ സാധാരണ വാൾ പുട്ടിയിട്ട് ഫിനിഷ് ചെയ്തെടുത്തത്. ഇതേപോലെ ഒരുപാട് ഉപകാരപ്പെട്ട വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം. ഇതുപോലെ പുതിയൊരു വീഡിയോ എത്താം. താങ്ക് യു.